ഒരു മുക്കുത്തിയും ഇട്ടിട്ട് ഒരു കമ്മലും ഇട്ടൊരു പയ്യൻ വരുന്നു, മുടി നീട്ടിയിട്ടൊരു പയ്യൻ വരുന്നു, സവിശേഷമായ വസ്ത്രം ധരിച്ചു വരുന്നു. ഞാൻ പറയാം, കേരളത്തിലെ ഒരു 90% വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ ഒരു കോമാളിത്തമായിട്ടോ വൈകൃതമായിട്ടാണ് കാണുക. അവൻ്റെ പൊളിറ്റിക്കൽ എക്സ്പ്രഷനാണ്. അത് തിരിച്ചറിയാനുള്ള പൊളിറ്റിക്കലായ സമകാലികത നമുക്കുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. CJP ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം, പാറ്റകളുടെ വിപ്ലവം എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ല, പരമ്പരാഗത വിപ്ലവം വലിക്കാണ്ടായപ്പോൾ പാറ്റെങ്കിൽ പാറ്റ എന്ന് മനുഷ്യർ കരുതുന്നുണ്ടാവും. അല്ല, ഞാൻ കരുതുന്നത് CJP എന്ന് പറയണത് അതിൻ്റെ കോമഡി അല്ലെങ്കിൽ കോമിക്കായ തലങ്ങളൊക്കെ മാറ്റി വെച്ചാൽ അതിൽ വളരെ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയമുണ്ട്. കേരളം ഒരു വലതുപക്ഷ സമൂഹമായി. ഞാൻ പറയണത് പൊളിറ്റിക്കലി 100% അങ്ങനെയായിട്ടില്ല. പക്ഷേ സോഷ്യൽ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിൽ കേരളം റൈറ്റിസ്റ്റാണ്. നമ്മളത് സമ്മതിച്ചുകൊണ്ട് വേണം ചർച്ച തുടങ്ങാൻ. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് പറഞ്ഞൊരു വാക്യം ഞാൻ എപ്പോഴും മനസ്സിൽ കാണും. അദ്ദേഹം പറയണത് ഗാന്ധി പഠിപ്പിച്ച പാഠം എന്താണ്. എന്നാൽ അദ്ദേഹം പറയണത് നിർണായക സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഞാനൊരു തവണ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ സിഡ്നിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പറ ഹൗസ് കണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വിളിക്കുകയാണ്, സുൽമാഷ എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ ഏതോ ഒരു എണ്ണ കമ്പനിയുടെ CEO ആണ്. മൂപ്പര് ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഭാഷ പ്രസംഗം കേൾക്കും എന്ന് പറയുകയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിലോ ഒന്ന് ജീവിതത്തിലും ഒരിക്കലും അയാൾ ഈ പ്രസംഗം കേൾക്കില്ല. ഇങ്ങനെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ കാരണന്മാരെ സഹിക്കാൻ വയ്യ. അയ്യോ, അതെ അതെ, സത്യമായിട്ടും കാരണന്മാരെ സഹിക്കാൻ എത്തിനോട്ടം, ആചാരം, പരദൂഷണം, ജാതി, ആചാരം, കുശുമ്പും കുന്നായ്മയും ഇതെല്ലാം ചേർന്ന നമ്മുടെ വീടുകളിൽ പുതിയ തലമുറയ്ക്ക് നിൽക്കാൻ വയ്യാണ്ടായിട്ടാണ് പട്ടിണി കിടന്നാലും ബാംഗ്ലൂർക്ക് വന്ന് തീരുമാനിക്കുന്നത്. ഞാൻ 2 കൊല്ലം മുമ്പ് ഫസ്റ്റ് MA ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പുതിയ കുട്ടികളാണല്ലോ, 20 പേരുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ചെന്നു, കാസർഗോഡെന്നോ മറ്റോ വന്നൊരു കുട്ടിയാണ്, വളരെ ബ്രില്യൻ്റായൊരു കുട്ടിയാണ്. അപ്പോൾ അവളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട്, നിങ്ങൾ ആ റീൽസിലൊക്കെ തന്നെ ആവില്ലേ എന്ന് ചോദിച്ചു. മലയാളികൾക്ക് യാതൊരു മുഖവുരയും ആവശ്യമില്ലാത്ത ഒരാളാണ് ഡോക്ടർ സുനിൽ P. ഇളയിടം. ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹം കഴിഞ്ഞ 1 മാസക്കാലം നടന്ന സംഭവങ്ങളെക്കുറിച്ച് സുനിലേട്ടനോട് ഒരു സംഭാഷണമാകാം എന്നാണ് കരുതിയത്. ഇങ്ങനെ ഒരു ക്ഷണം സ്വീകരിച്ച് എന്നോട് സഹകരിച്ചതിന് അദ്ദേഹത്തോട് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. സുനിലേട്ടൻ, നമ്മുടെ ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, പൊതുവെ പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിനേറ്റ പരാജയവും അതിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇടതുപക്ഷം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നെപ്പോലെ CPIMൻ്റെ പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ചെല്ലാം അവരുടേതായ ധാരണകളുണ്ട്. പക്ഷേ ഒരു CPIM പ്രവർത്തകനല്ലാത്ത, എന്നാൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്? അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഈ പരാജയം ഇടതുപക്ഷത്തിൻ്റെ എങ്ങനെ കാണുന്നു? എന്തായാലും സന്തോഷം. ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കൂടി ചേരുന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം കുറേ കൂടി വലതുപക്ഷപരമായി മാറുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകളാണെങ്കിൽ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചുള്ള പുതിയ നീക്കങ്ങളിലേക്ക് BJP ഗവൺമെൻറ് നീങ്ങുന്നതിന് ഇതൊരു കാരണമായിട്ടുണ്ട്. ബംഗാളിലെ വിജയം, തമിഴ്നാട്ടിലെ മാറ്റം, ഇതൊക്കെ ഡീലിമിറ്റേഷനെ കൂടി കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്താം. അങ്ങനെ കൂടി നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന സ്ഥിതിയിലേക്ക് അത് എത്തിച്ചേരാം. ആ നിലയിൽ നോക്കിയാൽ ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയി മാറിക്കൂടായികയില്ല. 100% ആവുമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ പരിമിതമായ പ്രാധാന്യത്തിൽ അത് അവസാനിക്കാതിരിക്കാനുള്ള വലിയ സാധ്യത ഇപ്പോൾ ഉണ്ട്. അതിൽ അനിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ഏകപക്ഷീയമായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടുന്നതിന്
ഒരുപാട് പരിമിതികൾ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിലനിൽക്കുന്ന ഭരണകൂടത്തിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനോ ആഗ്രഹങ്ങൾക്കൊത്തു പോകാനോ ഒക്കെ പലതരത്തിൽ പ്രയാസം നേരിടുന്നുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങൾ നോക്കിയാൽ അത് ആ ഘടകം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇന്ത്യയെ കമ്മ്യൂണലൈസ് ചെയ്യുന്നതിൽ, ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയമല്ല, ഇന്ത്യൻ ജനതയെ വർഗീയവൽക്കരിക്കുന്നതിൽ ഹിന്ദുത്വം വലിയ വിജയം നേടി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ ജനാധിപത്യവാദികളുടെ, ലെഫ്റ്റിൻ്റെ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ റൂട്ടിനെ സ്പർശിക്കാൻ പര്യാപ്തമല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിപ്പോൾ തോന്നിയതല്ല, കുറേ കാലമായിട്ടുണ്ട്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടൊന്നും ഹിന്ദുത്വം ഇല്ലാണ്ടാവില്ല. കാരണം അതിൻ്റെ വേരുകൾ കിടക്കുന്നത് വേറെ ഡൊമൈനിലാണ്. അതുകൊണ്ട് പൊളിറ്റിക്കലായ ഐക്യമുന്നണി ഉണ്ടാക്കി തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു തോറ്റു എന്നതൊന്നും ഹിന്ദുത്വത്തെ അതിൻ്റെ ലാർജർ കോണ്ടെക്സ്റ്റിൽ നേരിടാൻ പര്യാപ്തമല്ല. അതിനപ്പുറത്തേക്കുള്ളൊരു ശ്രമം, അതായത് ഇന്ത്യയുടെ ദേശീയതാസങ്കല്പം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ചുള്ള ധാരണ, ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമം നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മളാകെ കാണുന്നത് BJPക്കെതിരെ ഒരു ഐക്യമുന്നണി ഉണ്ടാകുന്നു, ചിലയിടത്ത് ഫലിക്കുന്നു, ചിലയിടത്ത് ഫലിക്കുന്നില്ല. അവരെ സംബന്ധിച്ചാകട്ടെ വളരെ കൺസിസ്റ്റൻ്റായി ഇത് പ്രവർത്തിച്ച് കീഴ്ത്തട്ടിൽ ഇപ്പോൾ ആ ബോധം വലിയ തോതിൽ ഉറച്ചു കഴിഞ്ഞു. ആ ഉറച്ച ബോധത്തിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആസാമിൽ ഹേമന്ത ബിശ്വാസിൻ്റെ ഗവൺമെൻറ് തുടരുകയാണല്ലോ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന പല ഗവൺമെൻറ്റുകളും തുടരുന്നുണ്ട്. അതേസമയം മറ്റ് ഗവൺമെൻറ്റുകൾ പരാജയപ്പെടുന്നുണ്ട്. അത് മുഴുവൻ വോട്ടിംഗ് മെഷീൻ്റെ കുത്തിത്തിരിപ്പാണെന്നൊക്കെ നമ്മൾ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിയൊന്നും പരിഹരിക്കാൻ പറ്റില്ല. മറിച്ച് സാമൂഹ്യ ബോധത്തെ കമ്മ്യൂണലൈസ് ചെയ്യുന്നതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അതിനു മുമ്പുണ്ടായിരുന്നതിൻ്റെ പല മടങ്ങ് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാന പ്രശ്നമാണ് ഒരർത്ഥത്തിൽ ഞാൻ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് കാണുന്നത്. ഇപ്പം അംബേദ്കർ പണ്ട് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മെജോറിറ്റിക്ക് പകരം കമ്മ്യൂണൽ മെജോറിറ്റി ഉണ്ടാക്കാൻ പറ്റും. പൊളിറ്റിക്കൽ മെജോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാം. കമ്മ്യൂണൽ മെജോറിറ്റി നിലവിൽ വന്നാൽ പിന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യൽ എളുപ്പമല്ല. കാരണം അത് രാഷ്ട്രീയാശയങ്ങൾ കൊണ്ടുണ്ടാവണതല്ല, മതസ്വത്വം, ജാതീയത, അങ്ങനെ മനുഷ്യരുടെ കുറേ കൂടി അടിസ്ഥാനപരമെന്ന് അവർ കരുതുന്ന ഘടകങ്ങളിൽ നിന്നാണ് കമ്മ്യൂണൽ മെജോറിറ്റി ഉണ്ടാകുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് ഹിന്ദുത്വം എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡീലിമിറ്റേഷൻ കൂടി വരികയാണെങ്കിൽ, അതിന് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ അവർ ഉപയോഗപ്പെടുത്തിയാൽ അതൊരു പക്ഷേ കുറേ കൂടി കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സ്ഥിതിയുമുണ്ട്. അതായത് ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായി പോലും മാറിക്കൂടായികയില്ല. അപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയതൊക്കെ നമ്മളൊറ്റയ്ക്ക് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് ഇത്രയും പ്രാധാന്യത്തോടെ ഇതിനെ ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഞാൻ സംശയാലുവാണ്. ഇതിൻ്റെ ടേൺ എന്താണെന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുത്വത്തെ നേരിടാനുള്ള ഒരടിസ്ഥാന സ്ട്രാറ്റജി രൂപപ്പെടുത്തിയതിൽ ലെഫ്റ്റ് അടക്കം എല്ലാവരും തന്നെ ദുർബലമായിരുന്നു, പരാജയമായിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുക. അപ്പോൾ പണ്ട് പണിക്കര് മാഷ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ മാഷ് പറയുമായിരുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഹിന്ദുത്വത്തെ വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല. മാഷ് പറയും, കാരണം എന്താ വെച്ചാൽ ജാഥയിലും ഒരു പരിപാടി കൊണ്ട് അതെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. മാഷ് പറയും ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം ജാഥയിലും വർഗീയവാദികളുണ്ട് എന്ന് മാഷ് പറയും. അതായത് ഈ വർഗീയത എന്ന് പറയുന്നത് വർഗീയ പാർട്ടികളിലെ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പൊന്നുമല്ല, അതൊരു ജീവിത വീക്ഷണം കൂടിയാണ്. ആ ജീവിത വീക്ഷണത്തിൻ്റെ തലത്തിൽ നമ്മുടെ കൗണ്ടർ ക്യാമ്പയിൻ ചെന്ന് തൊടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സംശയമാണ്. ഞാൻ അവിടെ നിന്ന് അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇതൊരു വളരെ പ്രസക്തമായ ഒരു പ്രത്യേക പോയിന്റിലാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന് സംഭവിച്ചിട്ടുള്ളൊരു വലിയ മാറ്റം സുനിലേട്ടൻ കാണുന്നുണ്ടാവും. ഉറപ്പായിട്ടും. സുനിലേട്ടൻ എന്നേക്കാൾ മുമ്പ് ഇത് നോക്കിക്കാണുന്ന ആളാണ്, കുറച്ച് ദൂരേക്ക് സഞ്ചരിക്കുന്ന ആളാണ് പുസ്തകങ്ങളിലൂടെ. ഞാൻ പ്രായോഗികമായ എൻ്റെ പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ കാണുന്നൊരു മാറ്റമുണ്ട്. ഇപ്പം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന ഒരു കാലത്ത്
ഞങ്ങൾ എടപ്പള്ളിയിൽ ചങ്ങമ്പുഴ ലൈബ്രറിയിൽ ചെന്ന് സംസാരിക്കുകയും പല പൊതുവായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും ഈ ആനുകാലികമായ സംഭവങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും അതിൽ പലപ്പോഴും ഒരു ലെഫ്റ്റ് നരേറ്റീവിനാണ് കൂടുതൽ പ്രാമുഖ്യം അക്കാലത്ത് കിട്ടിയിരുന്നത്. ആ കാലത്തിൽ നിന്നും ഇന്നത്തെ കാലത്തിലേക്ക് മാറുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി വരണം എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, മലയാളിക്ക് പഴയ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ഇനിയിപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞാൽ അവർ വെറുതെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് അവരോട് പറയാൻ അവർക്ക് അനുഭവവേദ്യമാകുന്നില്ല. കാരണം അവർ ജനിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, ഒറ്റ ഷർട്ടും ഒറ്റ മുണ്ടേ ഉള്ളു, അത് മറ്റേ നമ്മൾ അലക്കിയിട്ട് ഉണക്കി തേച്ചെടുത്തില്ലെങ്കിൽ പുറത്തു പോകാൻ നല്ലൊരു കുപ്പായവും ഇല്ലയെന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ തലമുറ വന്നപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടു. ഇപ്പം എനിക്ക് ശേഷമുള്ള തലമുറ കുറേ കൂടി മെച്ചപ്പെട്ടു. അപ്പം ഈ ഒരു ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് സാമുദായിക പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവ് കൂടി സുനിലേട്ടൻ തന്നെ പറഞ്ഞതിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇടതുപക്ഷത്തിനും UDFനും ഒക്കെ വോട്ട് ചെയ്യുന്നവരിൽ ഒരു നല്ല പങ്ക്, പണ്ട് കെയും പറഞ്ഞിട്ടുണ്ട്, വോട്ട് ഇടതുപക്ഷത്തിനും മനസ്സ് പൈങ്കളിക്കുന്നു. വോട്ട് ചെയ്യുന്ന ആളുകളിൽ തന്നെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സ്വത്വബോധം മനസ്സിൽ, സ്വത്വ രാഷ്ട്രീയം തന്നെ ചിലപ്പോൾ മനസ്സിൽ കിടന്നിട്ട് പല കാരണങ്ങളാൽ അപ്പുറത്തും ഇപ്പുറത്തും വോട്ട് ചെയ്യുന്നവരുണ്ടാവും. ഈ ഒരു പ്രത്യേകമായ സാമൂഹിക ജീവിതത്തിലുണ്ടായ മാറ്റത്തെ സുനിലേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഒരു കാഴ്ച പറയാം. കേരളം ഒരു വലതുപക്ഷ സമൂഹമായി. ഞാൻ പറയണത് പൊളിറ്റിക്കലി 100% അങ്ങനെയായിട്ടില്ല. പക്ഷേ സോഷ്യൽ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിൽ കേരളം റൈറ്റിസ്റ്റാണ്. നമ്മളത് സമ്മതിച്ചുകൊണ്ട് വേണം ചർച്ച തുടങ്ങാൻ. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ സ്ട്രാറ്റജി അതെ അത് സമ്മതിക്കാതെ അത് കാണാതെ ചർച്ച തുടങ്ങിയിട്ട് കാര്യമില്ല. അത് കേരളത്തിൽ ഇപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമാണ്. പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്, ബഹുജന സംഘടനകൾ, സർവീസ് സംഘടനകൾ ഒക്കെ ഉണ്ട്. അതിലൊക്കെ ധാരാളം ആളുകളും ഉണ്ട്. അതിലൊരു വലിയ പങ്ക് പലതരത്തിലുള്ള ഇതര ബന്ധങ്ങൾ കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. രാഷ്ട്രീയമായിട്ടെന്ന് ഞാൻ പറയണില്ല, രാഷ്ട്രീയമായിട്ട് വേണമെന്ന് നമുക്കിപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റില്ല. സാമൂഹ്യബോധത്തിൻ്റെ തലത്തിൽ പോലും അവരിൽ ഇടതുപക്ഷ മൂല്യങ്ങളില്ല. അനിലിപ്പോൾ പറഞ്ഞതുപോലെ വലതുപക്ഷത്തിൻ്റെ എന്ന് തന്നെയല്ല, പലപ്പോഴും ഹിന്ദുത്വത്തിൻ്റെയും വർഗീയതയുടെയും ജാതീയതയുടെയും മൂല്യങ്ങൾ വളരെ കൂടുതൽ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പോൾ മുമ്പാണെങ്കിൽ കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഒരു ലാർജർ ലെവൽ ലെഫ്റ്റ് പൊസിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ തൊഴിലാളികളുടെ അവകാശം, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശം, എടുക്കേണ്ടി വന്നു. സാമൂഹ്യ നീതിയുടെ കാര്യം, അധികാര വികേന്ദ്രീകരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ലാർജർ ലെഫ്റ്റ് പൊസിഷൻ എടുത്തിട്ട് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ പോയി ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ ഇടതുപക്ഷപരമായ നിലപാട് ഉറപ്പിച്ച് പറയാനോ പറഞ്ഞ് സ്ഥാപിക്കാനോ പറ്റാത്തതോ ശ്രദ്ധയില്ലാത്തതോ ആയ സ്ഥിതി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അനിൽ പറഞ്ഞതും കൂടിയാണ്. ഇതിൽ ലെഫ്റ്റിനൊരു റോളുണ്ട് കേട്ടോ. അതായത് ഇന്ത്യയിൽ മറ്റെവിടെ ഇല്ലാത്ത മട്ടിലൊരു സാമൂഹ്യ വികാസം കൈവന്നൊരു സമൂഹമാണല്ലോ കേരളം. ഇപ്പോൾ ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞൊരു 75 കൊല്ലം കൊണ്ട് പല തലങ്ങളിലും നമ്മൾ മുമ്പോട്ട് പോയി. ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം, അതായത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് വിളിക്കാവുന്നവ ഒരു 60, 70, 80% ആളുകളെ സംബന്ധിച്ച് സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് ഇനിയും നിങ്ങൾ അവർക്ക് കൈവന്ന അടിസ്ഥാന അവകാശങ്ങളുടെ ഏതോ ഒരു പഴയ കാലത്തെക്കുറിച്ച് സംസാരിച്ചാൽ വാസ്തവത്തിൽ അത് അവരെ സ്പർശിക്കില്ല. മറിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ തന്നെ എനിക്ക് തോന്നിയൊരു ദൗർബല്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റ് വലിയ പരാജയമാണ് നേരിട്ടത്. എന്നതുകൊണ്ട് ഇത് ആകെ ഒഴുകി പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. 111 സീറ്റിൽ വലതുപക്ഷം ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 77-ലെ. 3 കൊല്ലേ ഭരിച്ചുള്ളൂ, 4 മുഖ്യമന്ത്രിമാരും വന്നു. 80-ൽ ആ മുന്നണി പോയി, ഇടതുപക്ഷ മുന്നണി അധികാരത്തിലും വന്നു.
അതുകൊണ്ട് ഇതൊന്നും ഒരു അവസാനത്തെ ഈ പരാജയമാണെന്നോ തകർച്ചയാണെന്നോ 9 പേരിൽ നിന്നാണ് ശ്രീ കെ കരുണാകരൻ ലീഡറാവുന്നത്. ലീഡറാവുന്നത് അല്ല, അതെല്ലാം പൊളിറ്റിക്സിൽ പോസിബിളാണ്. ഇപ്പോൾ ഉള്ള ചർച്ചയുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പ്രപഞ്ചം അവസാനിച്ചു എന്നുള്ള മട്ടിൽ ആളുകൾ നിരാശയിലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുണ്ടെന്ന് അതൊരു വലതുപക്ഷ യുക്തിയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയമാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരേ ഒരു അടിസ്ഥാനം എന്ന മട്ടിൽ കാര്യങ്ങളെ ആകമാനം വിശകലനം ചെയ്യും, മറ്റൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന. ഇപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നടക്കുന്ന അനാലിസിസിൻ്റെ അടിസ്ഥാനപരമായൊരു ദൗർബല്യം ഞാനീ പറഞ്ഞ കേരളത്തിൻ്റെ സാമൂഹ്യ ബോധത്തിൽ നടക്കുന്ന വളരെ ആഴത്തിലുള്ള വലതുപക്ഷവൽക്കരണം ചർച്ചയിലില്ല. തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നാണ് ആകെ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ ഇതിന് വലിയ പങ്കുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. അത് കാണുന്നില്ല. പകരം തെരഞ്ഞെടുപ്പിലെ ഈ തോൽവിയുടെ പിന്നിലുള്ള ഏത് വിഭാഗം വോട്ട് ചെയ്ത് ഏത് വിഭാഗം വോട്ട് ചെയ്തില്ല, അതെങ്ങനെ നമുക്ക് സമാഹരിക്കാൻ പറ്റും, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയല്ല. പക്ഷേ ആ നിലയിലേക്ക് അവരെ തിരിച്ചു വിടുന്ന ഇതിൻ്റെ അടിത്തട്ടിലെ വലിയ ബോധപരമായ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ നമ്മളുടെ മാനേജ്മെൻറ്റ് കൊണ്ടൊന്നും ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇപ്പോൾ 77 ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ വെറുതെ കണക്കുകളൊക്കെ എടുത്ത് നോക്കി. 77 സീറ്റിൽ നമ്മൾ കുറവായിരുന്നു, പക്ഷേ വോട്ടിൽ മുമ്പിലായിരുന്നു. മീൻസ് നമുക്ക് 40% മുകളിൽ വോട്ട് ലെഫ്റ്റിന് അപ്പോഴും ഉണ്ടായിരുന്നു, തോറ്റപ്പോഴും. അന്ന് പിന്നെ ഇങ്ങനൊരു മൂന്നാം ശക്തിയില്ല. അന്ന് 15% വോട്ടുമായിട്ട് BJP ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ 3 സീറ്റ് അവർ ജയിച്ചു, 6 സീറ്റിൽ സെക്കൻഡാണ്, 30 സീറ്റിൽ അവർക്ക് 30,000 വോട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു പൊട്ടൻഷ്യൽ സ്ട്രെങ്ത്ത് ഹിന്ദുത്വം ആർജിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ സ്ട്രെങ്ത്തിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മധ്യവർഗവും കേരളത്തിലുണ്ട്. ഇതാണ് കേരളത്തിൽ ഇപ്പോഴും നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ കാണുന്ന സമയത്ത് എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം, അടിസ്ഥാന രാഷ്ട്രീയം ഉറപ്പിച്ച് പറയണം. ഇപ്പോൾ വികസനം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെയോ ഭരണനിർവഹണത്തിൻ്റെയോ വൈദഗ്ധ്യമായി മാത്രം അവതരിപ്പിച്ചാൽ പോരാ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന വലിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതായത് തുടർഭരണം എന്നത് ശരിയല്ല, തുടർഭരണം ഇപ്പോൾ ചീത്തയാകും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഭരണത്തിലൊരു സമരം ഉണ്ടായിരുന്നു. നിയോ ലിബറൽ വികസന യുക്തിക്കെതിരായ ഒരു നീക്കം കൂടിയാണല്ലോ 5 ലക്ഷം വീടുകൾ എന്നുള്ളത്. അത് നിയോ ലിബറലിസത്തിൻ്റെ പോളിസി അല്ല. 60 ലക്ഷം പേർക്ക് പെൻഷൻ എന്ന് പറയുന്നത് നിയോ ലിബറൽ പോളിസി അല്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നിയോ ലിബറൽ പോളിസി അല്ല. അതായത് ഈ ഭരണമെന്ന് പറയുന്നതിൽ രാഷ്ട്രീയമായൊരു സമരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സമരമാണ് എന്ന് പൊതുസമൂഹത്തോട് നമ്മൾ എത്ര പറഞ്ഞു എന്ന് ചോദിച്ചാൽ എൻ്റെ നോട്ടത്തിൽ അല്പം പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മളിതൊരു ഭരണനിർവഹണത്തിൻ്റെ മികവാണ്. നിശ്ചയമായിട്ടും ആ ഒരു എലമെൻ്റ് ഉണ്ട്. ഭരണനിർവഹണം മികച്ചതല്ലെങ്കിൽ ഇത് നടക്കില്ല. പക്ഷേ ഭരണനിർവഹണത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ എക്സ്പെർട്ടൈസിൻ്റെ യുക്തിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ പോളിസിയെ പറഞ്ഞുറപ്പിക്കണമായിരുന്നു. നമ്മുടെ ക്യാമ്പയിനിൽ അത് ഉണ്ടായിരുന്നില്ല വേണ്ട അളവിൽ നിന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ്, ആരും ചെയ്യേണ്ടതാണ്, ഇതിൽ മഹാകാര്യമൊന്നുമില്ല എന്ന വലതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ വളരെ നന്നായിട്ട് ആളുകൾ ഏറ്റെടുത്തു. കാരണം നിങ്ങളിത് ഔദാര്യമൊന്നുമല്ലല്ലോ, ജനങ്ങൾക്ക് കിട്ടുന്നത് അവകാശമാണ്. പക്ഷേ ഈ അവകാശത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ പെൻഷൻ അവകാശമാണെന്ന് കരുതുന്നത് ആരാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും വീട് വേണമെന്നുള്ള ഒരു അവകാശ സങ്കല്പം ഏത് രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെയാണ് എന്നത് പറഞ്ഞു പഠിപ്പിച്ചാൽ മാത്രമാണ്, പൊതുസമൂഹത്തിൽ അത് ഉറപ്പിച്ചെടുത്താൽ മാത്രമാണ് നിങ്ങൾക്കതിനെ പൊളിറ്റിക്കലാക്കാൻ പറ്റും. ഞാൻ പറയണത് ഇപ്പോൾ ലെഫ്റ്റിനെ സംബന്ധിച്ച് ഉള്ള പഴയ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, പൊളിറ്റിക്സ് ഫസ്റ്റ് എന്നാണ്, രാഷ്ട്രീയം ഒന്നാം സ്ഥാനത്തെന്നാണ്. അല്ലാതെ മാനേജീരിയൽ എക്സ്പെർട്ടൈസോ ഗവൺമെൻറ്റാലിറ്റിയോ ഒന്നുമല്ല ഒന്നാം സ്ഥാനത്ത്, രാഷ്ട്രീയമാണ്. അത് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ദുർബലമാണെന്നാണ് ഞാൻ കരുതുന്നത്. സംഘടന ഉണ്ടാവുമായിരിക്കും, ഭരണം ഉണ്ടാവുമായിരിക്കും, പക്ഷേ രാഷ്ട്രീയം ദുർബലമാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ബഹുജന സംഘടനകളിൽ ആളുകളുണ്ട്, പക്ഷേ രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടമായിട്ട് ആണ് മാറുന്നത്. സർവീസ് സംഘടനകളിൽ ആളുകളുണ്ട്, അവരവരുടെ അപ്പോഴത്തെ കാര്യപ്രാപ്തിക്കാണ്. ഞാൻ ഇച്ചിരി കടത്തി പറയാം, ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ ഞാനൊരു തറവാടി നായരാണെന്ന് പറഞ്ഞ് BJP പോണ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പൊളിറ്റിക്സ്? ഇതിന് നിങ്ങൾ വേറെ ആരോടും എന്താ പറയുക കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ കാര്യം ഞങ്ങൾ CPIM തന്നെ
ഞങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ CPM ഈ പറഞ്ഞ ക്രിറ്റിസിസം കുറച്ച് ഇംബൈബ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ, അപ്പോൾ അതൊരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഞാൻ അതിനോട് ചേർത്ത് വെച്ചു. ഇപ്പോൾ സ്ട്രാറ്റജി ശരിക്കും ഇവോൾവ് ചെയ്ത് വരികയാണ്. ഞാൻ അങ്ങനെ കാണുന്നത് ഒരു പൂവിൻ്റെ ഇതൾ വിരിയുന്ന പോലെ. അപ്പം അതിലെനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ സുനിലേട്ടനൊരു കാര്യം പറഞ്ഞു, മധ്യവർഗ യുക്തിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി മൂന്നാമത് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം പറയണം. ഈ പറഞ്ഞ സംഭാഷണം ഞാൻ സംഗ്രഹിക്കുകയാണ്. അതിൽ നിങ്ങൾക്കൊരു കുറവുണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന് പ്രധാനം. അങ്ങനെ പറയുമ്പോൾ ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. മധ്യവർഗത്തിലേക്ക് നമുക്കിപ്പോൾ വരാം, പിന്നീട് വരാം, മധ്യവർഗത്തിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാമെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഞാനൊരു കുറച്ചു കാലം ഒരു ഭരണാധികാരിയായി കൂടി പ്രവർത്തിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന, നമുക്ക് പരിഹരിക്കാൻ പറ്റാതിരുന്നൊരു കാര്യമാണ്, മുഴുവൻ ആളുകൾക്കും ഇപ്പോഴും വീടില്ല. നമ്മൾ ഇത്രയും വീടുകൾ ലൈഫിൽ കൊടുത്തിട്ടും കുറേയധികം ആളുകൾ വീടില്ലാത്തവരായി നിൽക്കുന്നു. ഇപ്പോഴും സുനിലേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കൊച്ചി നഗരത്തിൽ തന്നെ നമ്മൾ കുറേ അധികം ആളുകൾക്ക്, അതല്ല ഞാൻ ഇനി പറയാൻ പോണ കാര്യം, പട്ടയം കൊടുത്തിട്ടുണ്ട്. കുറേയധികം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പിന്നീട് അവർക്ക് പണം കൊടുത്ത് അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയി സ്ഥലം വാങ്ങിയ ഇൻസ്റ്റൻസസ് പലപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ അടുത്തുണ്ടായി. അതൊക്കെ ഒഴിപ്പിക്കലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ബുൾഡോസർ കൊണ്ടൊന്നും ഇടിച്ചു കയറത്തില്ല. പക്ഷേ ജീവിക്കാനുള്ള ഭൂമി, സ്വന്തമായ സ്ഥലം, ഇപ്പം നേരത്തെ നമ്മൾ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞു. 57 തുടങ്ങിയ ആ പോരാട്ടം പിന്നീട് ഘട്ടമായി പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും AKGയുടെ കൂടി സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് സ്ഥാപിച്ചു കിട്ടി. പക്ഷെ ഇപ്പം അടുത്തൊരു 10-40 വർഷം കൊണ്ട് ഭൂമി പല ആളുകൾക്കും 50 കൊല്ലം കൊണ്ട് വീണ്ടും നഷ്ടപ്പെട്ടു. അത് ഈ പറഞ്ഞ ഈ നയങ്ങളുടെ ഭാഗമായി സംഭവിച്ചതാണ്. ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നുണ്ട്. ഇതൊരു അടിസ്ഥാന പ്രശ്നം. ഭൂമി, അതുപോലെ വാസസ്ഥലം, പിന്നെ പലപ്പോഴും തൊഴിൽ, ഇതൊന്നും എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇപ്പോഴും വേതനം വളരെ ചുരുങ്ങിയ, നമ്മളിപ്പോൾ കേരളത്തിൽ ഭയങ്കര തൊഴിലവകാശങ്ങളാണ്, ഇവിടെ സമരം കൂടുതലാണെന്ന് പറയുമ്പോൾ 15,000 രൂപ മിനിമം ഗവൺമെൻറ് പറയുന്ന കൂലിയിൽ ജോലി ചെയ്യുന്ന, ചില സമയത്ത് അതുപോലും കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ. ഇപ്പം ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റവും മുൻഗണനയായി എടുക്കുകയാണോ ഇടതുപക്ഷ രാഷ്ട്രീയം ഇനി ഉള്ള കാലത്ത് ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടത്? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, ഞാനതിൽ കാണുന്നത് ഒരു തലത്തിൽ പ്രവർത്തിച്ചാൽ പോരാന്നാണ്. കാരണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു പൊതുസമൂഹം എന്ന ഒരു വിശാലാർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഒരു 60% ഇപ്പോൾ മധ്യവർഗമുണ്ട്. 50-60% മധ്യവർഗമുണ്ട്. 10-15% വരുന്ന ഒരു അപ്പർ ക്ലാസ് ഉണ്ട്. പിന്നെ ലോവർ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഉണ്ട്. അതായത് ഒരു 4 തട്ടുകളെങ്കിലും നമുക്ക് 4-5 തട്ടുകൾ കാണാൻ പറ്റും. അതിലേറ്റവും താഴെയുള്ള ഒരു 10%-ൻ്റെ 15% ആളുകളുടെ ആവശ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു സാമൂഹ്യ യുക്തി വികസിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു ലെഫ്റ്റ് പൊസിഷൻ എടുക്കാനും പറ്റില്ല. അപ്പോൾ ഈ 2 തലങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു യുക്തി ഉണ്ടാവണം. അതിൽ ഈ മധ്യവർഗത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, ഈ മധ്യവർഗം എന്ന് നമ്മൾ ജനറലി പറയുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതിനകത്ത് തന്നെ പല ലെയറുകളും പല ആസ്പിരേഷൻസും ഒക്കെ ഉള്ളവരാണ് നിൽക്കുന്നത്. എങ്കിലും ഞാൻ ഇൻ ജനറൽ പറയുകയാണ്. സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അത് കുറേ കൂടി തട്ടുതിരിച്ച് മനസ്സിലാക്കേണ്ടി വരും. എങ്കിലും ഞാൻ പറയുന്നത് ഈ മധ്യവർഗത്തെ സംബന്ധിച്ച് അവരുടെ വീക്ഷണങ്ങളിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ റേഷൻ കൃത്യമായിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ സ്കൂളുകൾ വളരെ നന്നായി, ബസ് സർവീസ് എല്ലാം നന്നായി, ഇലക്ട്രിസിറ്റി മുടങ്ങുന്നില്ല, ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ബാധിക്കുന്ന, അതിനാൽ വ്യാകുലപ്പെടുന്ന, അല്ലെങ്കിൽ അത് ഒരു കൺസേണായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ മധ്യവർഗത്തിൽ കുറഞ്ഞു വരികയാണ്. കാരണം അവരെ സംബന്ധിച്ച് ആ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരിപ്പോൾ റേഷൻ കടയിൽ മേടിക്കുന്ന ആളുകൾ അതിൽ കുറവായിരിക്കും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോലും മധ്യവർഗത്തിൽ ഒരു വലിയ പങ്കിന് ഇപ്പോൾ ഇൻവെർട്ടർ ഉണ്ടായിട്ടുണ്ടാവും.
ഞാൻ പറയണത് അതെ, അതുകൊണ്ട് മനസ്സിലായി. തന്നെ ഈ അവർ നേടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആസ്പിരേഷൻസിനെ മാറ്റി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ മാറി വരുന്നൊരു ഘട്ടത്തിൽ അവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഈ യുക്തികളെ മാത്രം ആശ്രയിച്ചാൽ പോരാ. മാത്രമല്ല ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം ഘടകങ്ങളെക്കാൾ അവരുടെ വീക്ഷണഗതികളെ സ്പർശിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശയമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണത്തിൽ ചിലപ്പോൾ ഭൗതിക മണ്ഡലങ്ങളെക്കാൾ നിർണായകമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ ജീവിത പരിസരത്തിൻ്റെ ഭൗതിക മണ്ഡലം എന്ന് പറയുന്നത് ലെഫ്റ്റിന് ഇടപെടാൻ പരിമിതിയുള്ളതാണ്. കാരണം ഇപ്പോൾ ആഗോള മൂലധന ബന്ധങ്ങളിലേക്കും വിപണിയിലേക്കും യാത്രകളിലേക്കും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു മേൽത്തട്ട് അതിനകത്ത് തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് ഏറ്റെടുക്കൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം പ്രശ്നങ്ങൾ അവിടെ വരും. ഞാൻ പറയണത് വളരെ ക്രിട്ടിക്കലായൊരു മൊമെൻ്റ് രൂപപ്പെട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞൊരു 50 വർഷം കൊണ്ട് ഇടതുപക്ഷം വികസിപ്പിച്ചെടുത്ത ഒരു സാമൂഹ്യ വളർച്ച, ആ സാമൂഹ്യ വളർച്ചയുടെ അനന്തരഫലമായി നിലവിൽ വന്നൊരു കമ്മ്യൂണിറ്റി ഇടതുപക്ഷത്തിൻ്റെ തന്നെ അടിസ്ഥാന ബോധ്യങ്ങളെ നിരസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് ഈ മധ്യവർഗത്തിൻ്റെ ജീവിതബോധത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉതകുന്ന ഇടപെടലുകൾ പ്രധാനമാണ്. ആ ഇടപെടലുകളിൽ ഞാൻ കരുതുന്നത് നമ്മുടെ ചില അടിസ്ഥാന വീക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടിസ്ഥാന വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴത്തെ പ്രായോഗികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ പ്രായോഗിക ഫലങ്ങളോ മുൻനിർത്തി മാത്രം നമ്മൾ ഏർപ്പെട്ടുകൂടാ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് പറഞ്ഞൊരു വാക്യം ഞാൻ എപ്പോഴും മനസ്സിൽ കാണും. അദ്ദേഹം പറയണത് ഗാന്ധി പഠിപ്പിച്ച പാഠം എന്താണ്? അതിൽ അദ്ദേഹം പറയണത് നിർണായക സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇതാണ് ഗാന്ധി പഠിപ്പിച്ച പാഠം. ഇർഫാൻ എന്നാൽ പറയുന്നത് ഗാന്ധിയായിരുന്നു ഏറ്റവും പ്രായോഗികവാദിയായിരുന്ന ആളായിരുന്നു. പക്ഷെ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ പുള്ളി ഒത്തുതീർപ്പിനൊന്നും നിൽക്കില്ല. ക്രിട്ടിക്കൽ പൊസിഷനിൽ ഒത്തുതീർപ്പിന് നിൽക്കില്ല. അല്ലാതെ അതിനോടെല്ലാം നെഗോഷിയേറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുറപ്പിക്കുക. ഞാൻ പറയണത് അത്തരം കാര്യങ്ങൾക്ക് ഫലമില്ല എന്ന് നമുക്ക് തോന്നും പെട്ടെന്ന്, പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലമുണ്ട്. അപ്പോൾ അത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ യുക്തിയിൽ പലപ്പോഴും പ്രായോഗികതയ്ക്ക് മേൽക്കൈ കിട്ടുകയും ഈ അടിസ്ഥാനപരമായി പറഞ്ഞുറപ്പിക്കേണ്ട രാഷ്ട്രീയ വസ്തുതകൾ ദുർബലപ്പെടുകയും ചെയ്തു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്നറിയോ? ഇടതുപക്ഷപരമായി നിൽക്കുന്ന ആളുകളെ അത് അതൃപ്തരാക്കും, മറുഭാഗത്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് അകന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വേരിൻ്റെ ശൈഥില്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ ചാത്തന്നൂർ തോക്കുന്നതോ 24 തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ എത്രയും ഭീമമായി പുറകോട്ട് പോയതോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പുമുള്ള അതിനൊക്കെ കാരണങ്ങൾ വേറെയാണ്, ഈ പറഞ്ഞ കാരണങ്ങളല്ല, വേറെ കാരണങ്ങളാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടേ പറ്റൂ. ഞാനത് പയ്യന്നൂരും തളിപ്പറമ്പും വേറെ വയ്ക്കുകയാണ്, കാരണം അവിടെയുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണം. പക്ഷേ അതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ ദുർബലമാകുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് ഈ അടിസ്ഥാന നിലപാടുകളിലുള്ള ഉറച്ചു നിർത്താൻ പറ്റാതെ പി ഡി സതീശൻ തന്നെ അതിനെ ഉപോത്ഭകമായി ഇടപെടുന്നുണ്ടല്ലോ. അതായത് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഇടതുപക്ഷത്തെയാണ്, അതെ, നല്ല ഇടതുപക്ഷക്കാരനെ കണ്ട ചിരിച്ചു കാണിക്കണം. അതെ അതെ, അതൊക്കെ സ്ട്രാറ്റജിക്കായി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഇടതുപക്ഷം എന്നതൊരു വലിയ പൊളിറ്റിക്കൽ പോളിസിയാണ് എന്ന് പറഞ്ഞുറപ്പിക്കാൻ പറ്റണതിൻ്റെ പ്രാധാന്യം ഞാനാ പറയണേ. അതായത് ഈ 5 ലക്ഷം വീടുകൾ എന്നുള്ളതോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഒരു ഗവൺമെൻറ് പദ്ധതി മാത്രമല്ല, അതൊരു രാഷ്ട്രീയ വീക്ഷണമാണ്. ആ രാഷ്ട്രീയ വീക്ഷണമാണെന്ന് പറഞ്ഞുറപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ആർഗ്യുമെൻറ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയ വീക്ഷണം അല്ല എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ചെയ്യേണ്ട കാര്യമാണെന്നുള്ള ലളിത യുക്തിയിലേക്ക് അത് മാറിപ്പോവും. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടുന്ന കരുതലുണ്ടാവേണ്ടതുണ്ടായിരുന്നു. ഞാനത് ആ ക്രിറ്റിസിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനോടൊപ്പം ചേർത്ത് എനിക്ക് തന്നെ തോന്നുന്ന ഒരു കമ്പാരിസൺ ഇത് പറഞ്ഞപ്പോൾ, ഈ BJP ഒരു ഘട്ടത്തിൽ ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം BJPക്ക് ഒരു മരവിപ്പ് ഉണ്ടായിരുന്നു. അതായത് സുനിലേട്ടൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. കല്യാൺ സിംഗ് മാറിയതിന് ശേഷം
സമാജ്വാദി പാർട്ടിയും BSPയും ചേർന്ന് UPയെ പങ്കിട്ടെടുക്കുകയും ഇവർ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ഇവർ രാമൻ്റെ ക്ഷേത്രം പണിയില്ല എന്ന് ശരാശരി RSS അനുഭാവികളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലം വലിയ തിരിച്ചടിയിലേക്ക് ഇവർ പോവുകയും പിന്നെ അവർ ഒരു റിവൈവൽ വരുന്നത് ഈ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ വരവും UPA സർക്കാരിൻ്റെ അഴിമതിയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ്. ഈ ഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം, നേരത്തെ സുനിലേട്ടൻ പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അതായത് നമ്മൾ അവരെയും ശ്രദ്ധിക്കണമല്ലോ. അവരവരുടെ കോർ ഐഡിയോളജി നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും ഒരു തിരിച്ചു വന്നപ്പോൾ കണ്ടില്ലേ, കോർ ഐഡിയോളജിയിൽ ഓരോന്നായിട്ട് തട്ടി പുറത്തെടുത്ത് കാശ്മീരിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലേ യൂണിഫോം സിവിൽ കോഡിന്. അപ്പോൾ കോർ ഐഡിയോളജി ലെഫ്റ്റ് ഒരു കാരണവശാലും വിട്ടുകളയരുത് എന്ന് സുനിലേട്ടൻ പറഞ്ഞു. ഇനി ഒരു കാര്യവും കൂടി, അതാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ പോയൊരു പോയിൻ്റാണത്. ഈ പുതിയ ഒരു കാലത്തിൻ്റെ ഇമാജിനേഷൻ കവരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ചില കോർ മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ പോലും അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് വൈഡർ ഇമാജിനേഷൻ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിലൊരു പുതിയ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു ശ്രദ്ധയിൽ ഞാൻ പറയും, ഒന്ന് നമ്മുടെ വയോജനങ്ങൾ. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നമുക്ക് കയറി പിടിച്ചു. ചെങ്ങന്നൂർ ശ്രീ സഖാവ് സജി ചെറിയാൻ, ഞാൻ പണ്ട് അദ്ദേഹം ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഞാനിവിടെ എറണാകുളത്തൊരു ജില്ലാ കമ്മിറ്റി അംഗവും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പല പ്രവർത്തന മണ്ഡലങ്ങളിൽ സഹകരിച്ച് നിൽക്കുമ്പോൾ എന്നോട് ചെങ്ങന്നൂർ നടത്തുന്ന പ്രവർത്തനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഈ സമൃദ്ധി എന്ന് പറയുന്ന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ഐസക് എന്നോട് ഈ ഭക്ഷണം തന്നെ സത്യത്തിൽ വെറുതെ ഇങ്ങനെ അവിടെ പൈസ കുറച്ച് കൊടുക്കൽ മാത്രമല്ല, വയോജനങ്ങളെ കുറിച്ച് ആകുലപ്പെടുന്ന ഒരു കുറേയധികം മലയാളി വിദേശത്തൊക്കെ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പം ചെങ്ങന്നൂർ ഉൾപ്പെടെ ആലപ്പുഴയിൽ ഉൾപ്പെടെ അവർ ചെയ്തുകൊണ്ടിരുന്നത് വീടുകളെ സന്ദർശിക്കുക, അവരൊക്കെ സഹായിക്കുക. അതൊന്ന് എനിക്ക് തോന്നുന്ന ഒരു ഏരിയ പുതിയ കാലത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട. ഇതൊന്നും വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ഒന്ന്. രണ്ട്, സുനിലേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതിഭീകരമായ ഒറ്റപ്പെടൽ. ഞാൻ സുനിലേട്ടൻ്റെ മറ്റേ ഈ നേരത്തെ സൂചിപ്പിച്ച അഭിമുഖത്തിൽ സുനിലേട്ടൻ്റെ തന്നെ ഇൻട്രോവേർട്ടിക് നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്, അച്ഛനെ പറ്റി പറയുന്നുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് കാണും. ഞാൻ മേയറായിരുന്നപ്പോൾ തുടങ്ങി. അത് സുനിലേട്ടൻ ഡാൻസ് ഫെസ്റ്റിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഹാപ്പിനെസ് കൊച്ചി. അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക, ഒറ്റപ്പെട്ടു പോകുന്നവരെ സഹായിക്കുക. ചില സമയത്ത് സൈക്കാട്രിക്കായി പോലും. ഞാനത് കണ്ടത് കോവിഡ് കാലത്താണ്. മേയറുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരാൾ എൻ്റെ മുറിയിൽ ഒരു ദിവസം കയറി വന്നു. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞ്, ഞാൻ സാറിനോടൊരു നന്ദി പറയാൻ വന്നതാണ്. ഞാൻ ഈ ആളെ തന്നെ അറിയില്ല, ഞാൻ എന്താണെന്ന് ആരാണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ കോവിഡ് ബാധിച്ച് വളരെ പ്രയാസത്തിലേക്കുമ്പോൾ നിങ്ങളുടെ ഇവിടുന്ന് ഫോൺ ചെയ്തു, മേയർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു, സാമ്പത്തികം, നിങ്ങൾ വേറെ സഹായമൊന്നും ചെയ്തില്ലെങ്കിലും. അപ്പം എന്നോട് അത് പ്രശ്നമല്ല, മേയറോട് നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കണം എന്ന് തോന്നി, എനിക്ക് തിരിച്ചു പിടിക്കാൻ തോന്നി. ഞാനിപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളെ വന്ന് കാണാം, എനിക്ക് ഭയങ്കര ഐ ഓപ്പണറായി തോന്നിയൊരു കണ്ണുറപ്പിക്കുന്ന ഒരു രംഗം. അപ്പം ഞാൻ പറയുന്നത്, ഈ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്കിടയിലുള്ള ഇത്തരം ഇടപെടൽ ഈ മധ്യവർഗത്തിന് ആരെങ്കിലും അവരുടെ വീടുകളിൽ വന്ന് അവരെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പ്രളയത്തിലും കോവിഡിലും ഈ ഇടതുപക്ഷ, പ്രത്യേകിച്ച് നമ്മുടെ യുവജന പ്രവർത്തകർ DYFI ഒക്കെ എല്ലാ വീടുകളിലും വന്ന് മുട്ടുകയും അവരൊക്കെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. ഇനി ഈ കാര്യത്തെ സംബന്ധിച്ച് സുനിലേട്ടൻ എന്താ പറയുക? അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം അതിൽ പറഞ്ഞ ഈ വയോജനങ്ങളുടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. കാരണം കേരളത്തിൽ പിന്നാളിയാൻ CDSൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ 2030 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 30% ഓഫ് പോപ്പുലേഷൻ അബവ് 60 ആവും. ദാറ്റ് മീൻസ് 1 കോടിയുടെ അടുത്ത ആളുകളായി. അതിലൊരു 60-70 ലക്ഷം ആളുകൾക്കെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടിങ് മെക്കാനിസം നമ്മൾ ഒരുക്കണം. അത് ഈ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾ ചെയ്യണം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ചെയ്യണം. ഇതിലുള്ളൊരു പ്രശ്നം, കേരളത്തിൽ ഇപ്പോഴും ഇതേതോ ഒരു തരത്തിൽ ഇപ്പോൾ വയോജനങ്ങളുടെ കേന്ദ്രമെന്നോ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ ഒരു ഇൻഹിബിഷൻ നിൽക്കുന്നുണ്ട്. അത് ഈ മലയാളിയുടെ ഒരുതരം കപടമായ ഒരുതരം എന്താ പറയുക, അഭിമാനബോധത്തിൻ്റെ പ്രശ്നം. ശരിക്കും നമ്മളൊക്കെ അങ്ങോട്ട് പോകാൻ നേരത്തെ തയ്യാറെടുക്കണം.
കാരണം ഞാൻ പറയണത് ഇനിയിപ്പോൾ അടുത്ത തലമുറയ്ക്കൊന്നും മക്കൾക്ക് ഈ വൃദ്ധാരജനങ്ങളുടെ കൂടെ നിൽക്കുക സാധ്യമല്ല. അടുത്ത് തന്നെ ജോലി കിട്ടുക, 100-ൽ-1 കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലെ ഒരു എമർജിങ് ഇഷ്യൂ ആയിട്ട് ഇതിനെ കാണണം. അപ്പം ഞാൻ ഇന്നാൾ വായിച്ചു സ്വീഡനിലൊക്കെ, ഇവിടെ പോസിബിളല്ല, സ്വീഡനിൽ അവർ ചെയ്യുന്നത് കിൻഡർ ഗാർഡനുകളും ഓൾഡ് ഏജ് ഹോമും ഒരുമിച്ചാണ്. അപ്പോൾ ഈ കുട്ടികളെ നോക്കുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഈ വൃദ്ധരായ ആളുകൾക്കാണ്. അവർ എൻഗേജ്ഡാണ്, തിരിച്ച് കുട്ടികളും വളരെ സന്തുഷ്ടരാണ്. അങ്ങനെ പക്ഷേ അവരൊരു ലിമിറ്റഡ് ജനതയാണ്, ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. നമ്മളങ്ങനെയല്ല. അതുകൊണ്ട് അതുമാത്രം കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത്തരത്തിൽ ഭാവനാപൂർണമായ കാര്യങ്ങൾ നമ്മൾ വികസിപ്പിക്കണം. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് അതൊരു പ്രായോഗിക കാര്യപരിപാടി എന്നതിനപ്പുറം അതിനെ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ പ്രസൻറ്റ് ചെയ്യാൻ കൂടി പറ്റണം. നിങ്ങളൊരു ഭരണ നടപടി സ്വീകരിക്കുമ്പോൾ ആ ഭരണ നടപടിയുടെ പിന്നിലുള്ള ഒരു അടിസ്ഥാന രാഷ്ട്രീയ വീക്ഷണം ഉറപ്പിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ആ പ്രവൃത്തിയെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ ആശയം ഏതാണ്, അതുകൂടി ഉൾപ്പെടുത്തി ചെയ്യണം. അപ്പോൾ 100% എപ്പോഴും റിസൾട്ടൊന്നും കിട്ടണമെന്നില്ല, പക്ഷേ അത് വർക്ക് ചെയ്യും. അതിന് പകരം നമ്മൾ ഈ പ്രവൃത്തി മാത്രം ചെയ്യുന്നതോടെ അത് സാമൂഹ്യമായ രാഷ്ട്രീയത്തെ വേർപെടുത്തി കളയും. അങ്ങനെ വരുമ്പോൾ അതൊരു NGO ആക്ടിവിറ്റിക്ക് അപ്പുറം പോവില്ല. NGO ആക്ടിവിറ്റിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ NGO പണിയാണ് നമ്മൾ ചെയ്യണതെന്ന് നമ്മളും കരുതാൻ പാടില്ല, പൊതുസമൂഹം കരുതാൻ പാടില്ല. ഇതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ മാറി വരുന്ന സമൂഹ ഘടനയെ തിരിച്ചറിഞ്ഞ്, അതിൽ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്, ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ വികസിക്കുന്ന പുതിയ തരം ഉത്കണ്ഠകളും ആധികളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ തലത്തെ കൂടി എങ്ങനെ അത് വികസിക്കുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു, നമ്മളതിനെ തള്ളിപ്പറയാൻ പാടില്ല. അല്ലെങ്കിൽ അത് അവരുടെ ഒരു കുഴപ്പമാണെന്നുള്ള മട്ടിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനും പാടില്ല. വളരെ പൊളിറ്റിക്കലി വൈബ്രൻ്റായൊരു തലമുറയാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ പുതിയ തലമുറയെ സംബന്ധിച്ച്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷണൽ മെക്കാനിസവും അവരും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇത് വേറൊരു വഴിക്ക് പോകുന്നു, അവർ വേറെ വഴിക്ക് പോകുന്നു. എന്നിട്ട് ഇതിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും കരുതുന്നത് അവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നാണ്. അവർ കരുതുന്നത് ഇവർ വേറെ ഏതോ ലോകത്താണെന്നാണ്. അപ്പം ഞാൻ പറയണത് മാറി വന്ന സാമൂഹ്യ ഘടനയെ രാഷ്ട്രീയമായി അഭിസംബോധന ചെയ്യാൻ പര്യാപ്തമാകുന്ന മട്ടിൽ നമ്മുടെ രാഷ്ട്രീയ പ്രയോഗ രീതികളെയും ബോധ്യങ്ങളെയും കൂടി മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിയെടുത്താൽ ഈ വയോജന പ്രശ്നമാകട്ടെ, യുവാക്കളുടെ പ്രശ്നമാകട്ടെ, പരിസ്ഥിതി ആകട്ടെ, ഒക്കെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി മാറ്റാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി കാണരുത്. ഓരോ കാലത്തിനും അതിൻ്റെ രാഷ്ട്രീയ ഡോമിനൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടാവും. അതിൻ്റെ പ്രയോഗ രീതികളും വേറെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ 50 കൊല്ലം മുമ്പ് രൂപപ്പെടുത്തിയൊരു യുക്തിയും അതിൻ്റെ വിശദീകരണ പദ്ധതിയും കൊണ്ട് ഇപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. പലരും ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത് കേൾക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അത് പുതിയ സാങ്കേതികത ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഞാനൊരു തവണ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ സിഡ്നിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പറ ഹൗസ് കണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വിളിക്കുകയാണ്, സുൽമാഷ എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ ഏതോ ഒരു എണ്ണ കമ്പനിയുടെ CEO ആണ്. മൂപ്പര് ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഭാഷ പ്രസംഗം കേൾക്കും എന്ന് പറയുകയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിൽ വന്ന് ജീവിതത്തിൽ ഒരിക്കലും അയാൾ ഈ പ്രസംഗം കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ മാറ്റങ്ങളെ മൊത്തം നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്, അതിൻ്റെ പോസിറ്റിവിറ്റിയെ കാണണം. പക്ഷെ അതേസമയം തന്നെ അതിനെ വെറുതെ ഒരു സാങ്കേതിക യുക്തിയിൽ കാണുകയും ചെയ്യരുത്. നമ്മൾ പലപ്പോഴും ഈ പുതിയ കാലത്തെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിലെ പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടെക്നിക്കൽ അഡാപ്റ്റേഷനാണ്. സാങ്കേതികമായിട്ട് നമ്മൾ അതിനോട് ഒത്തുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ടെക്നിക്കൽ എന്നതിനപ്പുറമുള്ള ഒരു ഐഡിയോളജിക്കലായ അല്ലെങ്കിൽ അവബോധപരമായ ഒരു അഡാപ്റ്റേഷന് കൂടി നമ്മൾ സന്നദ്ധമാകണം. അതില്ലെങ്കിൽ നിൽക്കില്ല. പുതിയ കുട്ടികളുടെ രാഷ്ട്രീയ ബോധ്യം എന്താണ്? ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് പുതിയ തലമുറയെ വളരെ നന്നായിട്ട് സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജെൻഡർ പൊളിറ്റിക്സ്. ആ ജെൻഡർ പൊളിറ്റിക്സിനോട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതി എന്താണ്? വളരെ ദുർബലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ലോകം മുഴുവൻ പുതിയൊരു ലെഫ്റ്റ് പൊളിറ്റിക്സിനെ ഊർജ്ജസ്വലമാക്കുന്ന ഒന്നാണ് ഇപ്പം അനിൽ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കൺസേൺസ് എന്ന് പറയുന്നത്. പുതിയ തലമുറ അതിൽ കുറേ കൂടി അവർ കൺസേൺഡാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റേ കാര്യം, കൺസേൺഡാണ്. സുനിലേട്ട, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ CJP ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം, പാറ്റകളുടെ വിപ്ലവം എന്നാണ് ഇപ്പോൾ പറയുന്നത്. സുനിലേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ പാറ്റകളുടെ ഈ പെട്ടെന്നൊരു പ്രതികരണം വന്നു.
അവർ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അവർ പോസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് ആളുകളുടെ മനസ്സിനെ സ്പർശിക്കുന്നത്, നമുക്ക് ആർക്കും സ്പർശിക്കുന്നതിനേക്കാൾ വേഗതയിൽ അവർ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അത് കൺസോൾട്ടേറ്റ് ചെയ്യും? അല്ല, പരമ്പരാഗത വിപ്ലവം വലിക്കാണ്ടായപ്പോൾ പാറ്റെങ്കിൽ പാറ്റ എന്ന് മനുഷ്യർ കരുതുന്നുണ്ടാവും. അല്ല, ഞാൻ കരുതുന്നത് CJP എന്ന് പറയണത് അതിൻ്റെ കോമഡി അല്ലെങ്കിൽ കോമിക്കായ തലങ്ങളൊക്കെ മാറ്റി വെച്ചാൽ അതിൽ വളരെ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം അത് നമ്മുടെ ഇന്ത്യൻ യൂത്തിൽ, അർബൻ യൂത്തിൽ ഒക്കെ ഉള്ള വലിയ അസംതൃപ്തിയുടെ ഒരാവിഷ്കാരമാണ്. അതുകൊണ്ട് അതിലൊരു പൊളിറ്റിക്കൽ കണ്ടൻ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസേഷനിലായിട്ട് ഫ്രെയിംഡ് ഒന്നും ആയിരിക്കണം എന്നില്ല, അവിടേക്ക് അത് എത്തണമൊന്നുമില്ല. പക്ഷേ അങ്ങനെ എത്തിയില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അത് അവിടെ മാത്രം ഉള്ളതുമല്ല. ഞാൻ പറയണത് ഇന്ന് ഇന്ത്യൻ സമൂഹത്തിലുള്ള അതൃപ്തി എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ മറ്റ് CBSE പരീക്ഷയിലോ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമൊന്നുമല്ല. അത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഔട്ടർ ലെയറാണ്. അതിൻ്റെ ഉള്ളിൽ അതൃപ്തി രൂപപ്പെടുന്നുണ്ട്. കൃഷിക്കാർക്ക് അതൃപ്തിയുണ്ട്, തൊഴിലാളികളുടെ സമരം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മൾ കണ്ടു, മറ്റേ വിലക്കയറ്റം ധാരാളമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലും അതൃപ്തിയുണ്ട്. ഈ അതിർത്തിയെ രാഷ്ട്രീയമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതിനുള്ള ഒരു സംഘടനയും ഇല്ല, ആ സ്റ്റേച്ചറുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ 75 സംഭവിച്ചത് JP ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഗുണമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. RSS തിരിച്ചു വന്നത് അതുവഴിയാണ്. പക്ഷേ അപ്പോൾ പോലും 75 JPയെ പോലെ ഒരാളുണ്ടായിരുന്നു. ഒരു ഇന്ദിരാഗാന്ധിയുടെ അധികാര പ്രഭാവത്തോട് ഏറ്റു നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു ലെഗസിയുള്ള ആളായിരുന്നല്ലോ ജയപ്രകാശ് നാരായണൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അതൃപ്തികൾക്ക് എന്താ പറയുക, ഭൗതികമായ ഉള്ളടക്കം വന്നു. അങ്ങനെ ഒരു ഉള്ളടക്കം കൊടുക്കാൻ പറ്റുന്ന അതൃപ്തി ഇപ്പോഴുണ്ട്. അതിനെ നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു ആദ്യത്തെ സൂചനയായിട്ട് നിശ്ചയമായിട്ടും ഈ CJPയെ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് CJP പൊളിറ്റിക്കലല്ല, വെറുതെ ആൾക്കൂട്ടാണെന്നൊന്നും കരുതുന്നതിൽ കാര്യമില്ല. പഴയ അർത്ഥത്തിൽ ഇനി സംഘടനയിലേക്ക് ആളുകൾ വന്ന് സംഘടന വലുതാവാനും പോണില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാനം അതിനകത്തുണ്ട്. പുതിയ കുട്ടികളെ കുറിച്ച് ഒരു അധ്യാപകനോട് തന്നെ ചോദിക്കാം. ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളെ മാത്രമാണ് കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേരെ SFIക്കാരെ കാണുന്നുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർ നമ്മളെക്കാൾ പൊളിറ്റിക്കലി കറക്റ്റാണ്. നമ്മുടെ തലമുറയിലുണ്ടായതിനേക്കാൾ കറക്റ്റാണ്. നമുക്ക് പലപ്പോഴും ഷിവൽറി ആയിരുന്നു സ്ത്രീകളോട്, ഒരു കമ്പാഷൻ, സ്ത്രീകളെ കൂടി ഒന്ന് പരിഗണിക്കണം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ സ്ത്രീകളുടെ പരിഗണന, തുല്യ അവകാശം എന്ന് പറയുന്നത് എല്ലാത്തിലും, ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കുന്നത് വരെ. നമ്മുടെ തലമുറയേക്കാൾ ഇന്നത്തെ സമൂഹം പലപ്പോഴും വിദ്യാർത്ഥികൾ പ്രോഗ്രസീവാണ്. പ്രളയകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കൊരു സ്കൂളിൽ നിൽക്കുമ്പോൾ ആ സ്റ്റോറിൻ്റെ മുമ്പിൽ ഒരു ചെറിയ കിറ്റിൽ ഒരു പെൺകുട്ടി അവൾക്ക് പറ്റുന്ന വിധത്തിലുള്ള സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പോവാണ്. അപ്പോൾ അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ സമൃദ്ധി അടിച്ച് വാരി കഴുകുന്ന കുട്ടികൾ എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഈ മുദ്രാവാക്യം വിളിക്കലും പ്രകടനത്തിന് പോലുമാണ് കൂടുതൽ, സമരത്തിന് പോലും. അപ്പോൾ ഈ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? 1. 2, കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പല പ്രയോഗങ്ങൾ, നമ്മുടെ എഴുത്ത്, സംഭാഷണങ്ങൾ, നമ്മുടെ അപ്പിയറൻസ്, ഇതെല്ലാം പ്രധാനമാണ്. ഇതിനെങ്ങനെ കാണുന്നു? ഒന്ന്, ഈ പുതിയ തലമുറയെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പം ഞാൻ പറയുന്നതിലും പരിമിതി ഉണ്ടാവും കേട്ടോ, കാരണം എൻ്റെയൊക്കെ വീക്ഷണഗതിയിൽ രൂപപ്പെട്ട ഒരു കാലത്തിൻ്റെ അതിർത്തി ഉണ്ടല്ലോ. എങ്കിലും നിങ്ങൾ കുട്ടികളായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. ഒന്ന്, അതിനെ നെഗറ്റീവായി കാണാൻ പാടില്ല. അത് നെഗറ്റീവ് അല്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. അല്ലാതെ പണ്ട് എല്ലാവരും വളരെ പൊളിറ്റിക്കലി വിജിലൻറ്റും സോഷ്യലി കമ്മിറ്റഡും ആയിരുന്നില്ല. എല്ലാ കാലത്തും ഇതുണ്ട്. ആ ശതമാനമൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറയുടെ പൊളിറ്റിക്കൽ കൺസേൺസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് കിടക്കുന്ന സംഘടനാ രൂപങ്ങളോ അതിൻ്റെ പ്രവർത്തനക്രമങ്ങളോ ഒന്നുമല്ല. അത് വെച്ച് അവരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നിങ്ങൾ സംഘടിപ്പിച്ചാൽ വലിയ തോതിൽ ചെറുപ്പക്കാർ വരും. കാരണം മിക്കവരുടെ കയ്യിലും മൊബൈലുണ്ട്. തൽപരരായ ആളുകളൊക്കെ തന്നെ അവരുടെ മൊബൈൽ ഉപയോഗിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 20 ഷോർട്ട് ഫിലിം കണ്ടാൽ 4-5 എണ്ണം വളരെ മെച്ചപ്പെട്ടതാണ്, നിലവാരമുള്ളതാണ്. അല്ലാതെ വെറുതെ പൊട്ടത്തരമൊന്നുമല്ല.
ഒന്നാം തരം ക്വാളിറ്റേറ്റീവ്ലി വളരെ ബ്രില്യൻ്റായ വർക്ക്. ഒരു 10 ഷോർട്ട് ഫിലിം കണ്ടാൽ സിനിമ തന്നെ കണ്ടില്ലേ? അതെ എത്രയോ വരുന്നു. ഒരു 10ൽ 2 ഉണ്ട്. അപ്പം ഞാൻ പറയണത് അങ്ങനെ മാറി വരുന്നു. അപ്പം ഇങ്ങനെയുള്ള അവരുടെ അഭിരുചിയിലെ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്നത് നോക്കണം. അതിന് പറ്റുന്ന മട്ടിൽ സംഘടനാപരമായ ക്രമങ്ങളെയും മാറ്റണം. ഇത് സംഭവിക്കുന്നില്ല. ഞാൻ കാണുന്നത് ഇപ്പം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്തോ അതിന് 10-20 വർഷം മുമ്പോ രൂപപ്പെട്ട ഒരു സംഘടനാ സംവിധാനം ഇപ്പോഴും തുടരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ക്യാമ്പസിലൊരു സമരം നടക്കുന്നു, അല്ലെങ്കിൽ ക്യാമ്പസിലൊരു ഇഷ്യൂ വരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ SFIക്കാരോട് ചോദിച്ചു, നിങ്ങളെന്താണ് അതിനകത്ത് വേണ്ട പോലെ ഇടപെടാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു DC-യിൽ ആലോചിക്കണം എന്ന് പറഞ്ഞു. ഈ DC-യിൽ ആലോചിച്ചിടുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിള്ളേരുടെ പണിക്ക് പോകും. അപ്പോൾ ഈ സബ്ജക്റ്റ് മാറി വേറൊരു സബ്ജക്റ്റ് വരും. അപ്പം ഞാൻ പറയുന്നത് ഒരു ഓർഗാനിക്കായ ഒരു പ്രയോഗത്തിൻ്റെയും അതായത് ഇപ്പോൾ നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയങ്ങളൊന്നുമല്ല ഇപ്പോൾ എമർജ് ചെയ്തു വരുന്ന പല വിഷയങ്ങളും. ഉദാഹരണത്തിന് നമ്മുടെ എന്താ പറയുക, പുതിയ തലമുറയുടെ വസ്ത്രധാരണ രീതി, അവരുടെ ബന്ധങ്ങളുടെ രീതി, അവർ ലോകത്തെ കാണുന്ന രീതി, ഇതിനെയൊക്കെ വിലയിരുത്താനായിട്ട് നമ്മുടെ ക്രമീകൃത ധാരണ വെച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാൻ പറയണത് അതിൻ്റെ അർത്ഥം അവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നല്ല, ഇതിനെയും അവർ പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് നമ്മളെല്ലാം വസ്ത്രം ധരിക്കുമ്പോൾ നമ്മളെല്ലാം വളരെ ജെൻഡേർഡായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. ആണുങ്ങളുടെയോ സ്ത്രീകളുടെയോ ഒക്കെ സവിശേഷമായ വസ്ത്രം ധരിച്ച് മുടി വെട്ടി ഒരാണായിട്ടും പെണ്ണായിട്ടുമാണ് നമ്മൾ നടക്കുന്നത്. പുതിയ തലമുറ ഇങ്ങനെ ജെൻഡേർഡായ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്നില്ല. അവർ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ ലിംഗപദവീപരമായ വസ്ത്രം, ഭാഷ, പെരുമാറ്റം, അല്ലെങ്കിൽ കേശാലങ്കാരം, ഇതൊന്നും അവരാഗ്രഹിക്കുന്നില്ല. അവർ ബ്രേക്ക് ചെയ്യാണ്. ഇത് പൊളിറ്റിക്സ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഒരു ട്രഡീഷണൽ യുക്തിയിൽ നമ്മളിതിനെ കോമാളിത്തായിട്ടാണ് കാണുക. കാതിലൊരു കമ്മലിട്ട് വന്നു, മൂക്കിലൊരു മുക്കുത്തിയിട്ട് ഒരു ആൺപയ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോമാളിത്താണെന്നാണ് തോന്നുക. അവൻ്റെ പൊളിറ്റിക്കൽ എക്സ്പ്രഷനാണ്. അത് തിരിച്ചറിയാനുള്ള പൊളിറ്റിക്കലായ സമകാലികത നമുക്കുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഒരു മുക്കുത്തിയും ഇട്ടിട്ട് ഒരു കമ്മലും ഇട്ട് ഒരു പയ്യൻ വരുന്നു, മുടി നീട്ടിയിട്ടൊരു പയ്യൻ വരുന്നു, സവിശേഷമായ വസ്ത്രം ധരിച്ചു വരുന്നു. ഞാൻ പറയാം, കേരളത്തിലെ ഒരു 90% വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ ഒരു കോമാളിത്തായിട്ടോ വൈകൃതമായിട്ടാണ് കാണുക. പക്ഷെ അതിൻ്റെ പുറകിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ ഡീപ് പൊളിറ്റിക്സിനെ നമ്മൾ അവോയ്ഡ്, ഇത് മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് ചിലപ്പോൾ അവർ കരുതുന്നുണ്ടാവും. ഈ അവരുടെ ഒരു വീക്ഷണത്തിലുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിംബോളിക്കായ ചില എക്സ്പ്രഷൻസിൽ അവരുടെ പൊളിറ്റിക്സ് അവസാനിക്കും. അതിനപ്പുറത്തേക്കൊരു ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ചേഞ്ചിന് വേണ്ടിയിട്ടൊന്നും പലപ്പോഴും അവർ നിൽക്കില്ല. നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചിനെ കുറിച്ച് ധാരാളമായിട്ട് പറയും. പക്ഷേ പൊളിറ്റിക്കലായ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ എക്സ്പ്രഷനോട് എൻഗേജ് ചെയ്യാൻ പറ്റണം. അതാണ് നേരത്തെ സ്ട്രക്ചറിനെ പറ്റി അതെ പറഞ്ഞത്. അതെ. അപ്പോൾ അത് സുനിലേട്ടൻ്റെ 1 മണിക്കൂർ പ്രസംഗം എനിക്ക് ഒന്നല്ല, സുനിലേട്ടൻ 2 മണിക്കൂർ വരെ പ്രസംഗിച്ചോട്ടെ എന്ന് ഞാൻ എടുക്കുന്നു. കരുതും കുട്ടികൾക്ക് പക്ഷെ അങ്ങനെ കുട്ടികളുടെ ശ്രദ്ധിച്ചോ, ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു അതെ സുനിലേട്ടൻ തന്നെ ഒരു ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു 1 മിനിറ്റിന്റെ വരി വൈറലാവും. വൈറലാവും. മറ്റേതൊക്കെ പോവും. മറ്റേതൊക്കെ പോവും. പോവും. മറ്റേത് കേൾക്കാൻ അവർക്ക് താല്പര്യം ക്ഷമയില്ല. ഇല്ല. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ നമ്മൾ ഒരു രസമുള്ള അനുഭവം ഉണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് ഫസ്റ്റ് MA ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പുതിയ കുട്ടികളാണല്ലോ, 20 പേരുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ചെന്നു, കാസർഗോഡ് നിന്ന് മറ്റോ വന്നൊരു കുട്ടിയാണ്, വളരെ ബ്രില്യൻ്റായൊരു കുട്ടിയാണ്. അപ്പോൾ അവളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട്, നിങ്ങൾ ആ റീൽസിലൊക്കെ വന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, റീൽസിലും വരും ഇവിടെയും വരും, അവൻ പല വേഷത്തിൽ വരുന്നു, ബഷീർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തമാശയാക്കിയിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതാണൊരു പുതിയ യാഥാർത്ഥ്യം. നമ്മളതിനെ പരിഹാസമായിട്ട് കാണേണ്ടതുമില്ല. കാരണം അവർ റീൽസിലാണ് കാണുന്നതെങ്കിൽ അവർ പരിഹാസമാണെങ്കിലും സുനിലേട്ടനെ ഐഡന്റിഫൈ ചെയ്തു. അത് വലിയൊരു അംഗീകാരമാണ്. മാത്രമല്ല, നമ്മളത് ഒരു കേവല ഫലിതം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ രസിപ്പിച്ചിട്ടോ അല്ല, ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അവരും കേൾക്കുന്നത്. അതെ അതിനോട് അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പം ഞാൻ പറയണത് അതിനെ നമ്മൾ തീർത്തും നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. അപ്പം ഇങ്ങനെ പുതിയ തലമുറയുടെ മാറി വരുന്ന ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. അതിനെ നമ്മൾ സംഘടനാപരമായിട്ടും നമ്മുടെ പ്രായോഗിക തലത്തിലും അഭിസംബോധന ചെയ്യണം. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ധാരാളം ഈ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ DYFIയുടെ പൊതിച്ചോറ് മുതൽ എത്രയോ കാര്യങ്ങൾ, രക്തദാനം, ഇപ്പം അനിൽ പറഞ്ഞ പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ സോഷ്യൽ ഫൗണ്ടേഷൻ ഇല്ല.
അതിനൊരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഫൗണ്ടേഷൻ ഇല്ല. അത് ആ പ്രവർത്തനം മാത്രമായിട്ട് അവസാനിക്കുന്നു. അതിൽ ഉൾപ്പെടുന്ന ആളുകളും മാറുന്നില്ല, അത് റിസീവ് ചെയ്യുന്ന ആളുകളും മാറുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആവണം. അത് സമൂഹത്തെ തറയ്ക്കുന്ന സ്ഥലത്തും മാറ്റം വരണം. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. പണി നടക്കുന്നുണ്ട്, ഫലമില്ല എന്ന നിലയിലേക്ക് അത് പോകുന്നു. അത് ഞാൻ പറയുന്നത് ഈ പറയുന്ന ആശയാടിസ്ഥാനം ഉറപ്പിക്കാത്ത ഒരു തലത്തിലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമാണ്. പിന്നെ അല്ല, ഇതിന്ന് ഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ സംഘടനാ ഫോർമുലേഷൻസിനൊക്കെ മാറ്റം വരുത്തണം, പഴയ ഫോർമാറ്റുകൾ മാറണം, കമ്മ്യൂണിക്കേഷൻ രീതികൾ മാറണം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാം. അതാണ് ഒരു കാര്യം ഇനി പറയാനുള്ളത്. കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന കാര്യം, ഒന്ന്, കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് മാറിയല്ലോ. ഇപ്പോൾ നമ്മൾ പ്രസംഗം സംഘടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പൊതുയോഗങ്ങൾ, അതൊന്നും വേണ്ടാന്നല്ല, പക്ഷെ അതല്ലല്ലോ ആളുകൾ ഇപ്പോൾ ആശയവിനിമയത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു. ഇപ്പോൾ ഞാൻ കരുതുന്നത് കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ തന്നെ ഒരു 10-15 വർഷത്തിനുള്ളിൽ അവസാനിച്ച് പോയേക്കാം. ഇപ്പം എൻ്റെ നാട്ടിൽ പത്രം ഇടുന്ന 10-25 വർഷമായിട്ട് പത്രം ഇടുന്ന ആളുണ്ട്. അയാൾ പറഞ്ഞത് പല പത്രങ്ങളുടെയും 100-200 കോപ്പി കുറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പോൾ അതിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 45-50 വയസ്സിനും അതിൻ്റെ മുകളിലുള്ള ആളുകളാണ് ഇതിൻ്റെ വായനക്കാർ. അവരുടെ ആ കാലം കഴിയുന്നതോടെ ഇത് അവസാനിക്കും. വേറെ ഏതെങ്കിലും നിലയിൽ തുടരുമായിരിക്കും കേട്ടോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ തുടരുമായിരിക്കും. എന്തായാലും ഇത് ഒരു ഷിഫ്റ്റാണ്. ഇപ്പോൾ പത്രം വായിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് യുവതലമുറയിൽ അവരപ്പം വേറെ നിലയ്ക്ക് അറിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. കാരണം പത്രമുത്തശ്ശിമാരുടെ സ്വാധീനത്തിൽ നിന്ന് കുറയും, വലിയ ചെലവില്ലാതെ നമുക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ. ഞാനൊരു കാര്യം കരുതണത് എന്താ വെച്ചാൽ, ഒരു 20 വയസ്സിൻ്റെയോ 25 വയസ്സിൻ്റെയോ ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാർ ഇന്നത്തെ മധ്യവയസ്കരെക്കാളും നമ്മുടെ തലമുറയിലുള്ളവരെക്കാളും ഒക്കെ ജീവിത വീക്ഷണത്തിൽ വളരെ മുന്നിലാണെന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വളരെ ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ബട്ട് ജീവിത വീക്ഷണത്തിൽ ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയും, ഈ പുതിയ പിള്ളേർ മുഴുവൻ വീട് വിട്ടു പോകണമെന്ന് പറഞ്ഞ്, നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കര സംഭാഷണം ഒരുപാട് ചർച്ചയാണല്ലോ. സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പഞ്ചായത്ത് വികാരം നോക്കണ്ടായിരുന്നില്ല, അവർ പോട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ കാരണന്മാരെ സഹിക്കാൻ വയ്യ. അയ്യോ, അതെ അതെ, സത്യമായിട്ടും കാരണന്മാരെ സഹിക്കാൻ എത്തിനോട്ടം, ആചാരം, പരദൂഷണം, ജാതി, ആചാരം, കുശുമ്പും കുന്നായ്മയും ഇതെല്ലാം ചേർന്ന നമ്മുടെ വീടുകളിൽ പുതിയ തലമുറയ്ക്ക് നിൽക്കാൻ വയ്യാണ്ടായിട്ടാണ് പട്ടിണി കിടന്നാലും ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇത് ജോലി മാത്രം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം ഞാൻ പറയണത്, ഇത് നമ്മൾ തിരിച്ചറിയണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് എന്നിട്ട് നമ്മളും കുറച്ച് പരദൂഷണം കുറയ്ക്കുന്നതാണ് നല്ലത്. അതെ 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 അതെ. ഈ കമ്മ്യൂണിക്കേഷനിൽ ഇനി വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം ഞാനൊരു പ്രസംഗം എന്നൊക്കെ അതിൽ കുറേ കാലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, പ്രസംഗാളുകൾ ശ്രദ്ധിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, 2 കാര്യം വേണം. ഒന്ന്, നിങ്ങൾ പറയണതിൽ കണ്ടൻറ്റ് വേണം. നിങ്ങളുടെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്നൊരാൾക്ക് പ്രതീക്ഷ ഉണ്ടായാൽ അവർ കേൾക്കും. 1. 2, പ്രസംഗത്തിൻ്റെ ടോണൽ എഫക്റ്റ് എന്ന് പറയുന്നത് അവരുടെ മകളിൽ ബലം പ്രയോഗിക്കുന്നതാവരുത്. അവരോട് ശാന്തമായിട്ടും സൗമ്യമായിട്ടും അവരെ മാനിച്ചുകൊണ്ടും പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ കേൾക്കും. അല്ല, നിങ്ങൾ എന്ത് മഹാകാര്യവും പറഞ്ഞാലും അവരെ മാനിക്കില്ല എന്ന് തോന്നിയാൽ അവർ ഉപേക്ഷിച്ച് പോകും. പിന്നെ നിങ്ങളുടെ ബോഡി ഫീച്ചേഴ്സും ജെസ്റ്റേഴ്സും ഒക്കെ ഒരു ഡയലോഗിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സ്വാഭാവികതയാവണം. നമ്മൾ അപ്പോൾ കഠിനമായ പദങ്ങൾ വേണ്ടിവരും, ചില ആശയങ്ങൾ പറയാൻ വേണ്ടിവരും, ഞാനും അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ആകത്തുകയ്ക്കകത്താണ് ഞാനിത് കടത്തിവിടുക. അതുകൊണ്ട് തന്നെ ഈ ആകത്തുകയ്ക്കകത്തായതുകൊണ്ട് ഈ ഇടയ്ക്ക് വരുന്ന ഈ ടെക്നിക്കൽ ടേംസൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. ഈ ടെക്നിക്കൽ ടേംസ് മാത്രമാണെങ്കിൽ, ഇപ്പം ഞാനെപ്പോഴും പ്രസംഗത്തിൽ ചെയ്യുന്നൊരു കാര്യം, 1 മണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഇടയിൽ ഞാനൊരു ജീവിത സംബന്ധമായ പ്രശ്നത്തിലേക്ക് അതിനിറക്കിക്കൊണ്ടുവന്ന് ആളുകളുമായിട്ട് ഒരു നിലയ്ക്ക് ചേർത്തിട്ട് വീണ്ടും പഴയ വിഷയത്തിലേക്ക് പോകും. കാരണം അല്ലാതെ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയി വളരെ ടഫായൊരു വിഷയം ഫോളോ ചെയ്യൽ എളുപ്പമല്ല. കേട്ടിരിക്കുന്നവർക്ക് എളുപ്പമല്ല, പറയുന്ന ആൾക്കും എളുപ്പമല്ല. മാത്രമല്ല, പറയുന്ന സദസ്സിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ പല ലെയർ ഉണ്ടാവും. ഒരു പ്രൊഫസറും ഉണ്ടാവും, കപ്പലിൻ്റെ കച്ചവടക്കാരനും ഉണ്ടാവും. ഈ 2 അറ്റത്തും നമ്മൾ പോകണം.
അപ്പം അങ്ങനെ അതായത് ഇതൊരു പരിശീലനം ആവശ്യമുള്ള, നല്ല ഒരുക്കം ആവശ്യമുള്ള, നല്ല അധ്വാനം ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് കൂടി നമ്മൾ കാണണം. അല്ലാതെ ഇന്നലെയോ മിനിയാന്നോ പത്രത്തിൽ വായിച്ച കാര്യം കുറേ കൂടി ഒച്ചത്തിൽ പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നൊന്നും കരുതരുത്. അതിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ തലമുറയിൽ നിന്ന് പഠിക്കാൻ കുറേ ഉണ്ട്. ഉണ്ട്. നായനാരുടെ പ്രസംഗം അതെ നോക്കി. അതെ അതെ ഞാൻ ഈ ഇടപ്പള്ളി എത്രയോ പുന്നക്ക ജംഗ്ഷനിൽ കേട്ടിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ കുറെ കാലം സെബാസ്റ്റ്യൻ പോൾ ഉള്ളതുകൊണ്ട് അതെ അതെ ഡെയിലി ഉപതെരഞ്ഞെടുപ്പാണല്ലോ. അതെ അതെ നായനാരുടെ പ്രസംഗ ശൈലി കണ്ടില്ലേ? എടാ നിന്റെ ഞൊണ്ണം പാർട്ടി എന്നിട്ട് മുമ്പിരിക്കുന്ന ആളോട് ചോദിക്കുമല്ലോ, ഞാനല്ലടാ തന്നത് വർഷത്തെ അതെ എന്ന് പറയുമ്പോൾ ഇവർ കൈയടിക്കുന്നുണ്ട്. കൈയടിക്കും. വളരെ സിമ്പിളായിട്ട്. ഈ അടുത്ത് ജോൺ ബ്രിട്ടാസായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിലെ ഗാംഭീര്യം ഒന്ന് സുലേട്ടനെ ശ്രദ്ധിച്ചു. അത് കുറേ റീൽസായിട്ട് പോയി. ആ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിച്ചപ്പോൾ നിനക്ക് മനസ്സിലായ എന്താണ് നമ്മുടെ പാർട്ടിക്ക് സംഭവിച്ചതെന്ന്. ഉം. ഇപ്പൊ സുലേട്ടൻ പറഞ്ഞ പോയിന്റ് പറയുന്നുണ്ട്. ആണല്ലേ? ആ അത് നമ്മൾ ഡെലിവർ ചെയ്തത് എക്കണോമിക്സിലാണ്. അതെ 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 അദ്ദേഹം പറയണേ. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് ഉണ്ടാവില്ല. കാരണം എക്കണോമിക് ഫ്രണ്ടിൽ നമ്മൾ പെർഫോം ചെയ്ത് പിന്നെ വേണ്ടത് പൊളിറ്റിക്സ് ആണ്. എന്നിട്ട് പിന്നെ പറയുന്നത് ഈ പിന്നെ അത് ഒരു വിശദീകരണം അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് മാർക്സിലേക്ക് തിരിച്ചു പോയിട്ട് അപ്പോൾ ഫ്രഞ്ച് സോഷ്യലിസം, അപ്പോൾ ബ്രിട്ടീഷ് നമ്മൾ പണ്ട് മാർക്സിസത്തിന്റെ അടിസ്ഥാനം പറയുമല്ലോ, ബ്രിട്ടീഷ് ജർമ്മൻ ഐഡിയോളജി. ജർമ്മൻ ഫിലോസഫി. അപ്പോൾ ഇത് മൂന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രം പ്രധാനമാണ്, രാഷ്ട്രീയം പ്രധാനമാണ്, നിങ്ങൾ സാമ്പത്തികം പ്രധാനം. അപ്പോൾ ബ്രിട്ടീഷ് എക്കണോമിക്സ്, ജർമ്മൻ ഐഡിയോളജി, ഫിലോസഫി, ജർമ്മൻ ഫിലോസഫി മാർക്സിനെ സ്വാധീനിച്ച, പിന്നെ ഫ്രഞ്ച് പൊളിറ്റിക്സ്, സോഷ്യലിസം. അപ്പോൾ ഇത് എത്ര സിമ്പിളായിട്ട് നായനാർ അവതരിപ്പിക്കണത്. ഇതൊന്നും പറഞ്ഞിട്ടല്ല, നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ലല്ലോ, സിമ്പിളായി നായനാർ പറയുകയാണ്. അപ്പോൾ വി എസ് സംസാരിക്കുമ്പോൾ മറ്റേ ഇത് കേട്ടില്ലേ, രാഹുൽ ഗാന്ധിയെ കളിയാക്കി പെട്ടെന്ന് അടിച്ചല്ലോ. അദ്ദേഹം ഇങ്ങോട്ട് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികൾ. ഇപ്പൊ തല നരയ്ക്കുക അതല്ല എൻ്റെ, അത് വൃദ്ധത്വം എന്നൊക്കെ പറയുന്നത്. പിന്നെ പശുവിനെ പറ്റി ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നത് അതെ. അപ്പൊ അത് മനുഷ്യർക്കിടയിൽ കാലൂന്നി നിൽക്കുന്ന രാഷ്ട്രീയത്തിന് അതിന് സാധ്യതയുണ്ട്. ഞാൻ പിന്നെ സുനിലേട്ടനോട് ചോദിക്കാൻ പോയി. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ തീർന്നു, പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം ഞാൻ ചോദിച്ചതിന്റെ ബാക്കി നിൽക്കുന്നത്, ഇപ്പൊ CJP വന്നു, പണ്ട് ആം ആദ്മി പാർട്ടി വന്നു, ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ പെട്ടെന്നത് നിൽക്കുന്നില്ല. അതെന്താണ്? CJP യെ കുറിച്ചുള്ള നിരീക്ഷണം എന്തായി? CJP യെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫൈനൽ ഒബ്സർവേഷൻ നടത്താനായോ എന്ന് സംശയമാണ്. എങ്കിലും ഞാൻ കരുതുന്നത് ഇന്ത്യയിൽ മധ്യവർഗത്തിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞ അസംതൃപ്തിയുടെ, ഹിന്ദുത്വത്തോടും അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ രൂപങ്ങളോടും വലിയ തോതിലുള്ള അതൃപ്തി ഇന്ത്യയിലുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നം ഈ അതിർത്തിയെ പൊളിറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രാഷ്ട്രീയ സംഘടനാ രൂപമില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് അടിയന്തരാവസ്ഥക്കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ട്. അന്ന് പക്ഷേ JPയുടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് പെട്ടെന്ന് എമർജ് ചെയ്ത് വരികയും ഇത് മുഴുവൻ പെട്ടെന്ന് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ സമാനമായ അതൃപ്തി ഇപ്പോൾ ഉണ്ട്. ഈ അതൃപ്തി പല വഴികളിൽ കൂടി തെളിയുന്നുണ്ട്. ഇപ്പോൾ ഈ ബുൾഡോസർ രാജിനെതിരെ, ഈ നീറ്റ് പ്രശ്നം, ഈ കമ്മ്യൂണൽ ഡിവിഷനെതിരെ തന്നെ മനുഷ്യർക്കിടയിൽ വലിയ വലിയ എതിർപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അതിനോട് ആനുകൂല്യം കാണിച്ചിരുന്ന ആളുകൾ പോലും വാസ്തവത്തിൽ ഇപ്പോൾ അതിനോട് വിയോജിപ്പുള്ളവരായി മാറിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഇവരെയും സ്പർശിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ മുഴുവൻ കൂട്ടിയിണക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് വാസ്തവത്തിൽ ഇല്ല. അതിന് വേണ്ടുന്നൊരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം പറ്റില്ല കേട്ടോ. ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ബദൽ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കണം. സമയമെടുക്കും, അധ്വാനമുണ്ട്. അതൊക്കെ കാത്തിരുന്ന് ഇവരെ കാണാൻ പറയാൻ പറ്റുള്ളൂ. CJPയെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ഫൗണ്ടേഷനൊക്കെ ദുർബലമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. പക്ഷേ അർബൻ മിഡിൽ ക്ലാസ്സിലുണ്ടാകുന്ന അതൃപ്തിക്ക് രാഷ്ട്രീയമായ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിപ്പോൾ ഏറ്റവും ദരിദ്രരായ ഒരു സമൂഹത്തിലുള്ള അതൃപ്തിയേക്കാളൊക്കെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും ഈ അർബൻ, കാരണം അതിന് വിസിബിലിറ്റി കൂടുതലാണല്ലോ. അത് മീഡിയയിൽ വരും, പലരുടെ ചർച്ചയിൽ വരും. അപ്പോൾ ആ നിലയിൽ എത്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഒരു റെസിസ്റ്റൻസിൻ്റെ ടോൺ നിലനിർത്തുന്നു, ആ റെസിസ്റ്റൻസിനെ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഈ CJPയുടെ റെലവൻസ് നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാന്നാണ്. അതെന്തായി മാറും, അത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റൊക്കെ ആവും എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് വേറൊരു നിലയിലൊരു ക്ലാസ് ബയാസ് ഉണ്ടല്ലോ. കാരണം അവർ ആ നിമിഷത്തിൽ അവർ ഊർജ്ജസ്വലരായിരിക്കുന്നല്ലാതെ ഒരു ദീർഘകാല സംഘടനയെ കൊണ്ടു നടക്കാൻ വേണ്ട
ഒരു സമർപ്പണം വേറെ ഓർഗനൈസേഷണൽ പ്രോബ്ലം. പ്രോബ്ലമാണ്. അതിന് നിങ്ങൾക്ക് വേറൊരു തരം എഫർട്ടും വേറൊരു തരം അതിന് ഈ എന്താ പറയുക വിസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ വിസിബിലിറ്റി ഒന്നും ഇല്ലാതെ നിന്ന് പണിയെടുക്കുന്ന ഒരു കീഴ്ത്തട്ട് സംഘടനാ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് ഈ പെട്ടെന്ന് കിട്ടുന്ന മീഡിയ അറ്റൻഷൻ പോലെയൊന്നും ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെയാണ് അതെ സംഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി.